പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനിയും ശേഷിക്കുന്നത് കേവലം 3 മണിക്കൂർ മാത്രമാണ്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചരണത്തിന്റെ വിസിൽ മുഴങ്ങും. പിന്നീട് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും നാളത്തെ രാത്രിയും കഴിഞ്ഞാൽ കേരളം സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയുള്ള 3 മണിക്കൂർ കലാശക്കൊട്ടിൻ്റെതാണ്. അങ്ങനെയുള്ള ആവേശ കാഴ്ചകൾ കേരളത്തിൻ്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിലുമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ മണ്ഡലങ്ങളിലെല്ലാം തയ്യാറാണ്. അതിനാൽ കൊട്ടിക്കലാശത്തിൻ്റെ ആ കളറുള്ള കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള 3 മണിക്കൂർ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ആദ്യം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നെയ്യാറ്റിൻകര നമുക്കറിയാം കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള തെക്കൻ കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലമാണ്. തീപാർന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ അനിൽ നമ്പ്യാർ അവിടെ എത്തിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ, ഇപ്പോൾ കൊട്ടിക്കലാശത്തിൻ്റെ വിവിധ കാഴ്ചകൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിത്തുടങ്ങുന്നു. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അവിടെ ചെങ്കൽ എസ് രാജശേഖരൻ നായർ, അദ്ദേഹമാണല്ലോ NDAയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ആ മണ്ഡലം ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കാരണമായിരിക്കുകയാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിലെ കലാശ പോരാട്ടത്തിൻ്റെ വിശേഷങ്ങൾ പറയാം, ഒപ്പം NDA സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ പറയാം. യെസ്, ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി കൊട്ടിക്കലാശത്തിൻ്റെ കളറുള്ള കാഴ്ചകളിലേക്കാണ് രാഷ്ട്രീയ കേരളം പോകുന്നത്. ഞാനിപ്പോഴുള്ളത് നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥിയും ജനം TVയുടെ MDയുമായ ഡോക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായരോടൊപ്പമാണ്. അദ്ദേഹത്തോടൊപ്പം വിശിഷ്ടാതിഥികളായിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആരാധ്യനായ മേയർ VV രാജേഷ്, അതുപോലെ വിഷ്ണുപുരം ചന്ദ്രശേഖരനുണ്ട്, അതുപോലെ ഡോക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ കുടുംബം ഉണ്ട്, മക്കളുണ്ട്, മാത്രമല്ല പാർട്ടി പ്രവർത്തകർ. വലിയ വീറും വാശിയിലും ആണ് എല്ലാവരും ഉള്ളത്. ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ കടുത്ത ത്രികോണ മത്സരമാണ് നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. എന്തായാലും നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ലാസ്റ്റ് ലാപ്പിലാണ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റായിരിക്കുന്ന 2 കാൻഡിഡേറ്റിനെയും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരെല്ലാം ആൾറെഡി 2 ടേമോ 3 ടേമോ ഒക്കെ ജനങ്ങൾ ഇവിടെ ആൾറെഡി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. അവർക്ക് പറയുവാനായിട്ട് ഇവിടെ എന്ത് വികസനം ചെയ്തു എന്ന് പറയാനായിട്ട് അവരിലില്ല. ഇനിയൊരു കോൺഗ്രസിൻ്റെ 3 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് ജയിച്ചു. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായി, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി. പലർക്കും അറിയാം അദ്ദേഹം ഷൂ പോലും ലേസ് അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെ വെച്ചിട്ടൊക്കെ കിട്ടിയെന്നുള്ളതൊക്കെ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഇടയ്ക്ക് പറയുന്ന കേട്ടു, ട്രാൻസ്പോർട്ട് ബസ്സിൽ ശബരിമലയിൽ പോകാൻ വേണ്ടി 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഇപ്പോഴുള്ള MLA പറയുന്നു, എൻ്റെ സമയത്ത് റേഷൻ കടകളൊന്നും അടച്ചില്ലല്ലോ, പെൻഷനൊക്കെ കിട്ടിയല്ലോ. ഇതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാം ജാതിയും മതത്തിൻ്റെയും പേരിൽ മാത്രം അവർ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. അവർ വികസനം കൊണ്ടുവരില്ല, അവർക്ക് അതിനുള്ള കഴിവില്ല, അവരുടെ പാർട്ടിക്ക് അതിനുള്ള കഴിവില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇലക്ഷൻ നിൽക്കുന്നുവെന്ന് ജനങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണോ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ ഒരുപാട് വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കുട്ടികളെല്ലാം ഈ നാട്ടിൽ തന്നെ ജനിച്ചാൽ ഇവിടെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണം, ഇവിടെ തന്നെ തൊഴിലവസരം കിട്ടണം, ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് അച്ഛനമ്മമാരുടെ ജീവിക്കണം. അതിനുള്ളൊരവസരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി യോഗം അംഗീകരിക്കുന്ന നരേന്ദ്രമോദിജി എന്ന ആ നേതാവ് ഈ നാട്ടിൽ ഞങ്ങളുടെ ഭാരതത്തെ ലോകത്തിൻ്റെ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ സ്റ്റേറ്റുകളെയും വികസനത്തിൽ എത്തിച്ച് അവിടെ എല്ലാം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെല്ലാം ഈ കാര്യം കാണുന്നു, അറിയും, ഓൺലൈൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് കാണുന്നതാണ്. അതുകൊണ്ട് അവർക്കൊരു കാഴ്ചപ്പാട് മാറ്റം എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ആവശ്യമായിട്ട് കാണുന്നു. അത് ജനങ്ങൾ വോട്ടായിട്ട് മാറ്റുമെന്നാണ് പ്രതീക്ഷ. ഈ സിറ്റിംഗ് MLA ആഞ്ചലൻ 49 വികസന പ്രവർത്തനങ്ങൾ നടത്തി, അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്നലെ ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ ജനസഭ നടത്തിയപ്പോൾ NDAയുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ച കാന്തല്ലൂർ സജി പറഞ്ഞത്, ഈ 46 ഉറപ്പ് തന്ന 46 പദ്ധതികളും പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ കുറേ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയുടെ അവസ്ഥ തന്നെ പരിതാപകരമാണ്. നെയ്യാറ്റിൻകരയിലെ ട്രാഫിക്, ഗതാഗത സ്തംഭനം വലിയൊരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്.
മാത്രമല്ല കുടിവെള്ളമില്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ സ്വാഭാവികമായും സഭയിൽ പങ്കെടുത്തവർ അത്തരത്തിലുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും അഡ്രസ്സ് ചെയ്യാത്ത ഒരു MLA വീണ്ടും ജനവിധി തേടുകയാണ്. മാത്രമല്ല, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ശക്തൻ, അദ്ദേഹം നേരത്തെ നെയ്യാറ്റിൻകര മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തും വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നേരത്തെ കാട്ടാക്കടയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ടേമിലും ഒന്നും ഈ പറഞ്ഞതുപോലുള്ള, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ KSRTCയിലെ സൗജന്യം ഉൾപ്പെടെയുള്ള ആ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ജനകീയമായിട്ടുള്ള പല പരിപാടികളും ആവിഷ്കരിച്ചു എന്ന അവകാശവാദമുണ്ട്. പക്ഷേ അതെല്ലാം വെറും പൊള്ളയായ വാഗ്ദാനങ്ങളായിട്ട് മാറുന്നു. അവിടെ തന്നെയല്ലേ താങ്കളെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ, മാത്രമല്ല പ്രവർത്തകരുടെ ആവേശം. നരേന്ദ്രമോദി എന്നൊരു വലിയൊരു ഫാക്ടറും കിടപ്പുണ്ട്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നത് തന്നെ ഇളക്കി മറിച്ചില്ലേ? ഈ രണ്ട് കാൻഡിഡേറ്റും അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആൾക്കാരെ, കുറേ ബന്ധുക്കളെ ഇവർ കുറച്ച് സ്ഥലങ്ങളിൽ ഇല്ലീഗലായിട്ട് ജോലിക്ക് തിരികെ കയറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ പറഞ്ഞതായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്ന എവിടെയൊക്കെ കമ്മീഷൻ കിട്ടുമോ അതെല്ലാം കാര്യം ചെയ്തു വേണം. ഈ ഹോസ്പിറ്റലിലും ഒരു പ്ലാനിങ്ങോടുകൂടെ അല്ല ഈ ജനറൽ ഹോസ്പിറ്റൽ ചെയ്തിരിക്കുന്നത്. പലരും വന്ന് കെട്ടിടങ്ങൾ ചെയ്യുന്നതിനപ്പുറം ഒരു സിസ്റ്റം. ഇന്ന് IC യൂണിറ്റ് ഇല്ല. 2 ദിവസം മുമ്പേ റോഡ് ഷോയ്ക്ക് വന്ന നമ്മളുടെ ഹെൽത്ത് മിനിസ്റ്റർ നദ്ദാജി പ്രോമിസ് ചെയ്ത് ഇവിടെ ഞങ്ങൾ ഈ ആശുപത്രി, ഇവിടെ ഒരു ഹൈടെക് ആശുപത്രി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ജനങ്ങൾക്ക് വേറെ സ്റ്റേറ്റുകൾ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഒന്നുമില്ലാത്ത ബീഹാറും UP എല്ലാം ഇന്ന് ഡെവലപ്മെൻറ്റ്സിലാണ്. അവിടെ നിന്ന് വന്ന തൊഴിലാളികളെല്ലാം ബോംബെയിലേക്ക് വരുന്നത് ആരും ഇപ്പം വരുന്നില്ല. അവിടെ എല്ലാവർക്കും തൊഴിലാണ്. അവകാശപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻറ്റർ നെയ്യാറ്റിൻകരയിലാണെന്നാണ്. ആരാണ് അവകാശപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അത്രയും രോഗികൾ ഇവിടെ ഉണ്ട്. എല്ലാ അസുഖങ്ങളും മാക്സിമം രോഗികൾ ഇന്ന് കൂടുതലും കേരളത്തിൽ, അതിൽ കൂടുതലും നെയ്യാറ്റിൻകരയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. ശുദ്ധജലമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആക്ച്വലി ഇവിടെയാണ് കൂടുതൽ കുളങ്ങളും തണ്ണീർത്തടങ്ങളും കനാലും റിവറും ഒക്കെ ഉള്ളതാണ്. എല്ലാം നമ്മൾ ഫുൾ വാട്ടർ ബോഡി എല്ലാം നശിച്ചു എന്നുള്ളതാണ്. നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മളെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഒരു കൃഷി ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അതിനുള്ള ലേബറൊന്നും കൊടുക്കാൻ മുതലാവില്ല. അത് ഞാൻ പ്രോമിസ് ചെയ്ത് അതിനുള്ള ഫ്രീ മെഷീനറി കൊടുത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ. റബ്ബർ വയ്ക്കാൻ ബാക്കിയുണ്ട്, അല്ലാതെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. കുടിവെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മോദിജിയുടെ ആ സ്കീമിലുള്ള ആ ഒരു പൈപ്പ് ലൈൻ എല്ലായിടത്തും ഇട്ടിരിക്കുകയാണ്. അതിന് ശരിയായിട്ടുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കുക. അതിന് ഫിൽട്ടർ ചെയ്തല്ല കൊടുക്കുന്നത്. ആ പാവങ്ങളെല്ലാം ഈ വെള്ളം കുടിച്ചിട്ട് ഒരുപാട് പേര് ജോണ്ടീസും പല അസുഖങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജൽജീവൻ മിഷൻ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ജൽജീവൻ മിഷൻ്റെ കാര്യത്തിൽ പൈപ്പ് ഇട്ടു, റോഡ് കളച്ച്, പക്ഷേ അതിനെ ഫില്ല് ചെയ്ത് ടാറിങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റോഡിലെല്ലാം ഡസ്റ്റാണ്. കാരണം അത്രയും ഇപ്പോൾ അതിനൊക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിസ്റ്റേക്കാണെന്നാണ്. ഇങ്ങനെ പല കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ വയ്ക്കുകയും ഇതിന് മുമ്പേ ആണെങ്കിൽ ഇതിന് മുമ്പേ ഭരിച്ചിരുന്നവരെന്ന് പറയും. ഇപ്പോൾ കണ്ടിന്യൂസ് ഭരണം കിട്ടിയപ്പോൾ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് എല്ലാം ഇടുന്നതൊക്കെയാണ്. ഈ വെള്ളമെല്ലാം ശുദ്ധീകരിച്ച് കൊടുക്കേണ്ടതാണ്. ഞാൻ വന്നാൽ 100% അതിനുള്ള ശുദ്ധീകരിച്ചുള്ള വെള്ളം ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ തണ്ണീർത്തടങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ കൃഷി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ കുട്ടികളെല്ലാം ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ ഈ നെയ്യാറ്റിൻകരയെ നമ്മൾ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ആട്ടോ മാനുഫാക്ചറിങ് അത് ഓൾറെഡി 8 മാസമായിട്ട് ശമ്പളം പോലും കൊടുക്കും. KL അതിനെ നമുക്ക് നല്ല ഹൈടെക് ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോ മാനുഫാക്ചറിങ് യൂണിറ്റായിട്ട് മാറ്റി ഇവിടെ തന്നെ ഇലക്ട്രിക് സൈക്ലിംഗ് യൂണിറ്റും ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്കിവിടെ ചെയ്യുവാൻ സാധിക്കും. 100% ഇവിടെ ജനിക്കുന്ന കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ തൊഴിൽ തേടി അച്ഛനമ്മമാരും ഇവിടെ ജീവിക്കുക എന്നുള്ളത് സാധ്യമാവും. അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൂടുതലും അസുഖം വന്നിട്ട് ആൾക്കാരെല്ലാം രോഗികളാവുന്നത്. അത് നമുക്ക് മാറ്റേണ്ട ഈ നാട്ടിൻ്റെ ആവശ്യമാണ്. ഓക്കെ, ഞാനൊന്ന് VV രാജേഷിലേക്ക് പോട്ടെ. 2 മിനിറ്റേ ഉള്ളൂ. സ്റ്റാർ ക്യാമ്പയിനറാണ്, പല മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട് അല്ലേ, പ്രചാരകനായിട്ട് പോയിട്ടുണ്ട്. കേരളം മാറി ചിന്തിക്കുമോ? കേരളം മാറി ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് തുടക്കം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. കേരളം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ LDF UDF എല്ലാവരും ഓൾട്ടർനേറ്റീവിനെ തേടുകയായിരുന്നു. ആ ഓൾട്ടർനേറ്റീവ് BJPയിലൂടെ സാധ്യമാകും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകരയൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ
30,000-ൽ കൂടുതൽ വോട്ട് പിടിച്ച ചരിത്രം അന്നുണ്ട്. കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ തവണയും തുടർച്ചയായിട്ട് ശ്രീ ചെങ്കൽ രാജശേഖരൻജി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹം ജനിച്ചു വളർന്ന നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി കൊണ്ട് ദേശീയ തലത്തിലും അന്തർദേശീയ നിലവാരമൊക്കെ ഉള്ള വിദ്യാഭ്യാസം ഇവിടെയുള്ള കുട്ടികൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ അദ്ദേഹം പ്രസ്ഥാനം തുടങ്ങുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി, ഇത്രത്തോളം ലോക പരിചയമുള്ളൊരു വ്യക്തി, എല്ലാ മേഖലയിലുള്ളൊരു വ്യക്തി ഇവിടെ MLA ആയിട്ട് ജയിച്ച് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. ഇപ്പോൾ 2014 12 വർഷത്തിന് 30,000 വോട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. വളരെ പഞ്ചായത്തിലൊക്കെ തന്നെ വളരെ വലിയ തരംഗമാണ്. പിന്നെ ആരാധന നരേന്ദ്രമോദിയുടെ ശൈലിയിലുള്ള ഭരണം നെയ്യാറ്റിൻകരയിലും എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്താലും രാഷ്ട്രീയ ആശയം താരതമ്യം ചെയ്താലും ഭരണ മേഖല താരതമ്യം ചെയ്താലും ഏറ്റവും നല്ല മുൻതൂക്കം ഇവിടെ ഉണ്ട്, NDAക്കുണ്ട്. ഓക്കെ, ശ്രീ വിഷ്ണുപുരം, താങ്കളാണ് പറയേണ്ടത് കൃത്യമായിട്ട് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. നല്ല ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി നെയ്യാറ്റിൻകരയ്ക്ക്, അത് മുതലാക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. ഉറപ്പായിട്ടും നെയ്യാറ്റിൻകര മാറും. കേരളം മാറുന്നതല്ല, നെയ്യാറ്റിൻകര മാറും. നമ്മുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജനങ്ങൾ മാറി ചിന്തിക്കും. ഉറപ്പായിട്ട് ചിന്തിക്കുമല്ലോ. ഈ പറയുന്ന വികസനങ്ങളൊക്കെ ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടോ നെയ്യാറ്റിൻകരയിൽ? മാറി മാറി വന്ന സർക്കാരുകൾ LDFൻ്റെയും UDFൻ്റെയും അങ്ങനെ ഇവർ അവകാശപ്പെടുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇവർ ആദ്യം മുതൽ ഇറക്കിയ പ്രകടന പത്രിക എടുത്ത് വെച്ച് നോക്കിയാൽ അത് തന്നെ വീണ്ടും പ്രിൻ്റ് എടുക്കുകയാണ്. പ്രകടന പത്രിക ഇലക്ഷന് വേണ്ടിയിട്ട് ഇറക്കും, അത് പിന്നെ നടപ്പാക്കില്ല. അടുത്ത വർഷം ഇതേ പ്രകടന പത്രിക തന്നെ ആയിരിക്കും നടപ്പാക്കുന്നത്. രണ്ട് മുന്നണിയും ഇപ്പം കൊള്ളയടിക്കുന്നത് ഒരു സർക്കാർ മുന്നണി, അതുപോലെ തന്നെ ഈ കൊള്ള മുതൽ വിറ്റുകൊടുക്കുന്ന മുന്നണി, ഇതിൽ നിഷ്പക്ഷമായിട്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു മുന്നണി. അതിൽ ജനങ്ങൾ നെയ്യാറ്റിൻകരക്കാർ നല്ല ഗൗരവമുള്ളവരാണ് ആർക്കോട്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ വലിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗൗതം, നെയ്യാറ്റിൻകരയിൽ എന്തായാലും മാറ്റമുണ്ടാവും. കേരളം മാറി ചിന്തിക്കുന്നതോടൊപ്പം നെയ്യാറ്റിൻകരയിലെ വോട്ടർമാരും മാറി ചിന്തിക്കും എന്നാണ് ഇവിടെയുള്ള വോട്ടർമാർ പറയുന്നത്, പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞാനിതാ ഒരിക്കൽ കൂടി ഡോക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായരിലേക്ക് പോവുകയാണ്. കാരണം പ്രവർത്തകരെല്ലാവരും നിൽക്കുന്നുണ്ട്, കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവസാനമായിട്ട് നെയ്യാറ്റിൻകരയിലെ വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഈ കേരളത്തെ തിരിച്ചു കൊണ്ടുവരണം. കേരളം ഇങ്ങനെ അല്ലായിരുന്നു. തെങ്ങുകളുടെ നാടായിരുന്നു ഈ കേരളം. തെങ്ങുകളൊന്നും ഇല്ലാതായി. എല്ലാ കൃഷിയും എല്ലാ വാട്ടർ ബോഡിയും ഐശ്വര്യം സമ്പൽ സമൃദ്ധിയുള്ള ഒരു നാടായിരുന്നു. ഈ വെളിയിൽ നിന്നാണ് ഇപ്പോൾ എല്ലാ ആഹാര സാധനങ്ങളൊക്കെ വരുന്നത്. ഞങ്ങളൊക്കെ ചെറിയ കൃഷി കൊണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷമായിട്ടൊക്കെ ജീവിച്ചിരുന്നത്. അതെല്ലാം ഇല്ലാതാക്കി. അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വേൾഡിൽ ഏറ്റവും കഴിവുള്ള ആൾക്കാർ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ് ജനിക്കുന്നതും. അവരാണ് വെളിനാട്ടിൽ പോയിട്ട് അവരുടെ പ്രയോജനമെല്ലാം വെളിനാട്ടിലാണ് കിട്ടുന്നത്. അതല്ല ഈ നാട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഈ നാട്ടിൽ തന്നെ കൊടുക്കുവാൻ ഒരു അവസരമാണ് ഞാൻ കേൾക്കുന്നത്. 100% അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അത് പ്രതീക്ഷ സക്സസ് ആകുമെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. യെസ് ഗൗതം, അപ്പോൾ നോക്കൂ, ഒരു സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച, അതും മുംബൈയിൽ ജീവിതം ആരംഭിച്ച ഡോക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായർ, അദ്ദേഹം വളർന്നു വന്ന വഴി മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകരയിലെ സാധാരണക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജയം സുനിശ്ചിതം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പ്രവർത്തകരിലേക്ക് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. കലാശക്കൊട്ടിന് ഇതാ ഇനി ഇത് നിമിഷങ്ങൾ മാത്രം ബാക്കി. അദ്ദേഹം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കും. പ്രവർത്തകരുടെ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കും. ഉദ്യൻ കുളങ്ങരയിലാണ് ഈ കലാശക്കൊട്ട് നടക്കുന്നത്. അതിൻ്റെ സമാപനം, ഈ പരസ്യപ്രചരണത്തിൻ്റെ സമാപനം ഉദ്യൻ കുളങ്ങരയിലാണ്. അപ്പോൾ ഏകദേശം 6 മണിയോടുകൂടി ഉദ്യൻ കുളങ്ങരയിൽ ഈ കൊട്ടിക്കലാശം സമാപിക്കും. ഡോക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായർ നെയ്യാറ്റിൻകരയിൽ 2ാം തവണയാണ് ജനവിധി തേടുന്നത്. ജനവിധി അദ്ദേഹത്തിന് പൂർണ്ണമായും അനുകൂലമായി വരുമെന്ന തികഞ്ഞ പ്രതീക്ഷയാണ്. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇവിടെ MLA ആയ K. ആൻസലൻ അദ്ദേഹം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 49 വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ജനസഭയിൽ 46 പദ്ധതികളും
പൂർത്തിയാക്കിയിട്ടില്ല. വെറും 3 പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കിയത്. അതിലും കാര്യമായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. കുറേ കെട്ടിടങ്ങൾ കിഫ്ബിയുടെ പണമൊക്കെ ഉപയോഗിച്ച് കുറേ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. പക്ഷേ എല്ലാ ജനസഭകളിലും ഈ LDFിൻ്റെയും UDFിൻ്റെയും പ്രതിനിധികൾ അവകാശപ്പെടുന്ന പോലെ കെട്ടിടം മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് രൂപ നിർമ്മിച്ച് ആശുപത്രി കെട്ടിടം വരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നു. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതിലൊരു പരിഹാരം കണ്ടെത്താൻ ഈ മാറി അധികാരത്തിലെത്തിയ ഇടതു വലതു മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. അവിടെയാണ് BJPയിൽ വോട്ടർമാർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം മാറി ചിന്തിക്കും. ആ ഒരു ആവേശത്തിലാണ് നെയ്യാറ്റിൻകരയിലെ പ്രവർത്തകർ. ഡോക്ടർ ചെങ്കലസ് രാജശേഖരൻ നായരോടൊപ്പം തുറന്ന വാഹനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആരാധ്യനായിട്ടുള്ള മേയർ VV രാജേഷും ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗൗതം. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ആവേശ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊട്ടിക്കലാശം അരങ്ങ് തകർക്കുകയാണ്. മറ്റു മണ്ഡലങ്ങളിലേക്കും നഗരകേന്ദ്രങ്ങളിലേക്കും പോകാം. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം